മോദി റഷ്യയിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനായിരിക്കാം മണിപ്പൂരിൽ പോയിട്ടുണ്ടാവുക? പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനം മണിപ്പൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. കലാപാനന്തര മണിപ്പൂരിൽ മൂന്നാം തവണയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും പിന്നീട് ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങിയപ്പോഴുമെല്ലാം മണിപ്പൂരിൽ നിന്ന് തന്നെ ആ യാത്ര തുടങ്ങി. ആ ചേർത്ത് നിർത്തലിന് മണിപ്പൂർ ജനത നൽകിയ അംഗീകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആകെയുള്ള സംസ്ഥാനത്തെ 2 സീറ്റുകളിലെയും മിന്നും വിജയം. അവർ കോൺഗ്രസിന് അന്ന് നൽകി. ഇന്ന് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ശേഷം ആദ്യമായാണ് റഷ്യയിലേക്ക് പോകുന്നത്. ആ ദിവസം തന്നെയാണ് രാഹുൽ മണിപ്പൂരിൽ എത്തിയെന്നതും ശ്രദ്ധേയമാണ്. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൗനം ചർച്ചയാക്കിയ രാഹുൽ ഒടുവിൽ മോദിയുടെ വാത്തുറപ്പിച്ചത് കണ്ടതാണ് നാം. മണിപ്പൂർ വിഷയത്തിൽ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു മോദി പാർലമെന്റിൽ നൽകിയ മറുപടി. ഒപ്പം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കുക കൂടി ചെയ്തു പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റിൽ മോദി പറഞ്ഞത് ബാലബുദ്ധിയുള്ള ആളാണ് രാഹുൽ എന്നാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരാരോപണത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി പറയാൻ തയ്യാറായതുമില്ല. മോദി റഷ്യയിലേക്ക് പറന്നപ്പോൾ രാഹുൽ ഇന്ത്യയുടെ ഉള്ളകങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പപ്പു എന്ന വിളിയിൽ ആദ്യം തളർത്താൻ രാഹുൽ ഗാന്ധിയെ നോക്കി. അവിടം തളരാതിരുന്ന രാഹുൽ ഭാരത് ജോഡോ യാത്ര നടത്തി ശ്രദ്ധേയമായ നിലയിൽ ശക്തമായി നിലയുറപ്പിച്ചു. ഇന്ന് അദ്ദേഹം ഭരണഘടനാ പദവിയായ പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെ ഇച്ഛാശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം. കാരണം അദ്ദേഹം താഴെക്കിടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് കടന്നു വന്ന ആളാണ്. ഇന്ത്യ നടന്നു കണ്ട അനുഭവമുണ്ട്. 50-ൽ താഴെ സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുമെന്ന് പറഞ്ഞിരുന്നവർക്ക് മുൻപിൽ 99 സീറ്റുകളുടെ നിർണായക ശക്തിയായി പാർലമെന്റിൽ കോൺഗ്രസ്. ആ വിജയത്തിൻ്റെ ആവേശത്തിലും മർദ്ദിതരെയും അവശത അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുക എന്ന രാഷ്ട്രീയത്തിനാണ് കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നത്. അതിൻ്റെ സൂചനയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മണിപ്പൂർ സന്ദർശനത്തോടെ നൽകിയിരിക്കുന്നത്. ഒപ്പം വീണ്ടും മോദിയുടെയും രാജ്യത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് മണിപ്പൂർ വിഷയം കൊണ്ടുവരികയും ചെയ്തു. ഏറെക്കാലം ഒന്നും സംസാരിക്കാതിരുന്ന മോദിയെ കൊണ്ട് പാർലമെന്റിൽ മറുപടി പറയിച്ചു രാഹുൽ. ഇനി റഷ്യയിൽ നിന്നും മോദി വരുമ്പോൾ പാർലമെന്റിന് പുറത്തും മോദിയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും അജണ്ട. 2 മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും സന്ദർശിക്കുന്നത്. ചുരാചന്ദ്പൂർ ജില്ലയിലെ ചിരമ്പാം, ജിഷ്ണുപൂർ ജില്ലയിലെ മെയ് രാഗ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കും. കലാപം നടന്ന് 1 വർഷം പിന്നിടുമ്പോൾ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും അവകാശവാദം. എന്നാൽ ക്യാമ്പിലെ അവസ്ഥകൾ തുറന്നുകാട്ടി ഈ വാദത്തെ പ്രതിരോധത്തിൽ ആക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. മണിപ്പൂർ ഗവർണർ അനുസൂയ ഉയിക്കയുമായുള്ള കൂടിക്കാഴ്ചയും രാഹുലിൻ്റെ പദ്ധതിയിലുണ്ട്. നേരത്തെ കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച ചുരാചന്ദ്പൂരിലേക്ക് കടത്തിവിടാതെ അന്ന് രാഹുലിൻ്റെ വാഹനം പോലീസ് തടഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയാണ് രാഹുൽ അതിന് മറുപടി നൽകിയത്. waytonikah.com, the exclusive Muslim matrimonial site.